നമസ്കാരം. ഇതാണ് മുംബൈയിലുള്ള ഹൈക്കോർട്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ അത്രയും മനോഹരമായ ഒരു ബിൽഡിങ്ങിലാണ് ഇത് മുംബൈ ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മുംബൈ ഹൈക്കോർട്ടിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഒരു ഭാഗം മാത്രം കേട്ടോ. ഇതിന്റെ മറ്റേ ഭാഗം ഇനി കാണണമെങ്കിൽ ഇനി ആദ്യം ഒരു കറങ്ങണം. ടാക്സി ഓടിക്കുന്ന ബെലിച്ചന്റെ ഏജ് നോക്കറ ഏകദേശം ഒരു 80 വയസ്സ് മുകളിലാവും കാണുമ്പോ. പക്ഷെ ആള് ഇന്നും നൈര്യായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇതാണ് അയാള് പോകുന്ന പോക്ക് നോക്കുക. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ മേലത്തെ നിലയിൽ നിന്ന് കാണുന്ന താജ് ഹോട്ടലിന്റെ ടോപ്പ് വ്യൂ. അപ്പോൾ ഈ താജ് ഹോട്ടലിന്റെ ചുറ്റുപാടും കൂടി ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ യാത്ര മാത്രാനിലേക്കാണ്. കാണാൻ ഭയങ്കര ഉണ്ട് കേട്ടാ. അത് കഴിഞ്ഞാല് അതാണ് നമ്മളെ ഗേറ്റ് ഓഫ് ഇന്ത്യ. അതും വർക്ക് നടക്കുന്നുണ്ട് അവിടെ. ഇതാണ് പുതിയ താജ് ഹോട്ടല്. താജ് ഹോട്ടല് പുതിയത്, അത് പഴയ, ഈ കാണുന്ന പഴയ താജ് ഹോട്ടല്. ഇവിടെ 2 ഹോട്ടലുണ്ട്. ഇതാണ് പുതിയ താജ്, ഇതാണ് പഴയത്. ഈ പഴയതാണ് ഇവിടെ, ഇത് പഴയത്. ഇവിടെ പറഞ്ഞാല് അന്നത്തെ പ്രശ്നം കഴിഞ്ഞ ശേഷം ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നുണ്ടോന്നറിയില്ല. ഇവിടെ ടെന്റെല്ലാം കെട്ടിയിട്ട് പിന്നെ പട്ടാളക്കാർ ഉണ്ടായിരുന്നു. അത് ഉണ്ടോയെങ്കിൽ ഇപ്പൊ ഈ വീഡിയോയിൽ കാണും. നോട്ട് ഷുവർ. ഇവിടെ അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഉണ്ട് അവരിതാ കണ്ടാ. ഇതാണ് പണ്ട് പ്രശ്നമായിട്ട്. അപ്പൊ അന്ന് മുതല് പോലീസുകാർ ടെന്റ് കെട്ടിട്ട് താമസിക്കുന്ന സ്ഥലം അത്. ഇവിടുന്ന് ഇവര് പോകുന്നില്ല, ഇവിടെ തന്നെ ഫുള്ള്. എല്ലാവരും രസമുണ്ട് കേട്ടോ. സൂപ്പർ ഉണ്ട്. പട്ടാളക്കാരെ ശരിക്കും കാണിക്കാൻ പറ്റിയിട്ട, എന്നാലും അവിടെ ഉണ്ട് അവര്. പണ്ട് അജ്മല് വന്നത് ഇവിടെ കയറാൻ കഴിഞ്ഞിട്ട്. അജ്മല് അല്ല, കുറെ ആള് എന്താ കാട്ട്, അത് പഴയ കാലല്ലേ. ചെറിയ പ്രായമുള്ള കുട്ടികളടക്കം വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പൂ വിറ്റിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി എന്തെന്ന് പറയണ്ട, എന്തെന്നല്ലാതെ അങ്ങനത്തെ ഒരു ആൾക്കാരാണ് അവിടെ കണ്ടത്. പിന്നെ ഇതെല്ലാം അമ്പലത്തിലേക്കുള്ള പൂമാല ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ കണ്ടു. കുറേ ഉണ്ട്, ഒന്നൊന്നല്ല. അവിടെ വലിയൊരു അമ്പലമുണ്ട്, കൊളാവിലൊരു അമ്പലമുണ്ട്. ഗണേശ മന്ദിറുണ്ട്. ആ മന്ദിറിന്റെ മുമ്പിലെ ഒരു പൂക്കടക്കാരനാണത്. മുംബൈയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കറങ്ങി കണ്ടു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വിടുന്നത് മാത്രാനിലേക്കാണ്. മാത്രാനിൽ ഒരു ദിവസം ഒരു ഡേയും ഒരു നൈറ്റും തങ്ങിയിട്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ മുംബൈ യാത്ര കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.